കുട്ടികളിൽ നിന്ന് നമ്മൾ നോക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ പതനത്തിനുള്ള അല്ലെങ്കിൽ പരാജയത്തിനുള്ള കാരണങ്ങളാണ് നോക്കുന്നത്. നമുക്കൊരു 4-5 കാരണങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് 1395 തിമൂറിൻ്റെ ആക്രമണമാണ് സുൽത്താനേറ്റിൻ്റെ പതനത്തിനുള്ള പ്രധാന കാരണം എന്നാണ്. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയ ശേഷം അദ്ദേഹം ഡൽഹിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. 10,000-കണക്കിന് ദേശവാസികളെ കൊന്നൊടുക്കുകയും ചെയ്തു. രണ്ടാമത് പറയുന്ന കാരണം സുൽത്താനേറ്റിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാജാവും പ്രഭുക്കന്മാരും തമ്മിലുള്ള ബന്ധം, പ്രാദേശിക ഭരണാധികാരികളും ജമീന്ദാർമാരും തമ്മിലുള്ള സംഘർഷം, ഇവയെല്ലാം ഒരു പ്രധാന പ്രശ്നമായിട്ട് നിലനിന്നു. മൂന്നാമതായി പറയുന്നത് ശക്തരും ദുരാഗ്രഹികളുമായ പ്രഭുക്കളെ നിയന്ത്രിക്കാൻ ഒരു സുൽത്താനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. നാലാമത് പറയുന്നത് സൈന്യത്തിന്റെ രൂപീകരണത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. രജപുത്രർ, ജാടുകൾ, മംഗോളിയൻ, ഹിന്ദുക്കൾ, ഇസ്ലാം മതക്കാർ എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു സുൽത്താന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. ഇത് സൈന്യത്തിന്റെ ഐക്യവും കെട്ടുറപ്പും നഷ്ടപ്പെടുത്തി. അഞ്ചാമത് പറയുന്നത് പിന്തുടർച്ച സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. സുൽത്താൻമാരുടെ കഴിവുകേട്, സാമ്രാജ്യത്തിന്റെ വിസ്തൃതി, ദേശീയ അവബോധമില്ലായ്മ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് സുൽത്താന റസിയയെക്കുറിച്ചാണ്. സുൽത്താനേറ്റ് ഭരിച്ച ഏക മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മരണത്തെ തുടർന്ന് ഏതാണ്ട് ഒരു ദശകം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നിലനിന്നിട്ടുണ്ടായിരുന്നു. തന്റെ പിന്തുടർച്ചാവകാശിയെക്കുറിച്ച് അവസാന നാളുകളിൽ സുൽത്താൻ അസ്വസ്ഥനായിരുന്നു. തന്റെ പുത്രന്മാർ കഴിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയ ഇൽത്തുമിഷ് മകളായ റസിയയെ പിന്തുടർച്ചാ അവകാശിയാക്കാൻ നിശ്ചയിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ റസിയയ്ക്ക് സ്വന്തം സഹോദരന്മാരോടും പ്രഭുക്കന്മാരോടും മത്സരിക്കേണ്ടി വന്നു. 40 അംഗം അഥവാ ചഗൽഗാനി എന്നറിയപ്പെടുന്ന തുർക്കി പ്രഭുക്കന്മാരും രാജാധികാരവും തമ്മിലുള്ള സംഘട്ടനത്തിന് റസിയയുടെ ഭരണകാലം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇൽത്തുമിഷ് പ്രഭുക്കന്മാരെ വളരെ ആദരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അഹങ്കാരികളായ പ്രഭുക്കന്മാർ തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന ആരെയെങ്കിലും ഭരണാധികാരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഒരു ചെറിയൊരു കാലയളവ് മാത്രമാണ് സുൽത്താന റസിയ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മുഹമ്മദ് ഗോറിയുടെ ആക്രമണത്തെക്കുറിച്ചും ഒന്നാം തറൈൻ യുദ്ധത്തെക്കുറിച്ചും രണ്ടാം തറൈൻ യുദ്ധത്തെക്കുറിച്ചുമാണ് നോക്കുന്നത്. ഓക്കെ, അടുത്തത് മുഹമ്മദ് ഗോറിയെക്കുറിച്ച് നോക്കാം. 1173 ഗസ്നിയിൽ അധികാരത്തിലെത്തുന്നതാണ് മുഹമ്മദ് ഗോറി. തന്റെ അധികാരം വിപുലമാക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. 1175 അദ്ദേഹം മുൾട്ടാൻ പിടിച്ചടക്കി. ഗോമൻ ചുരത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ കടന്നത്. അവിടെ നിന്ന് ധാർ മരുഭൂമി കടന്ന് ഗുജറാത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അദ്ദേഹം പഞ്ചാബിനെതിരെ ആക്രമണം നടത്തി. അത് പിടിച്ചെടുത്ത ശേഷം ഗോറി പെഷവാർ പിടിച്ചെടുത്തു. അങ്ങനെ പഞ്ചാബ് ആകെ അധീനതയിലായതോടെ ഗോറികൾ ചൗഹാൻമാരുടെ രാജ്യാതിർത്തിയിലെത്തി. ഇതേ സമയം വടക്കു പടിഞ്ഞാറ് അജ്മീറിൽ ചൗഹാൻമാർ ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവരുടേതായിട്ടുള്ള ഓരോ യുദ്ധങ്ങളെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് നോക്കുന്നത് തറൈൻ യുദ്ധമാണ്. ഒന്നാം തറൈൻ യുദ്ധമാണ് നോക്കുന്നത്. ഡൽഹിക്കും അജ്മീറിനും ഇടയിലുള്ള പ്രദേശത്തിന്റെ ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാർ ആയിരുന്നു ഇന്ത്യയുടെ മുഹമ്മദ് ഗോറിക്ക് നേരിടേണ്ടി വന്ന രജപുത്ര രാജാക്കന്മാരിൽ ഏറ്റവും വലിയ പ്രതിയോഗി. 1197 തറൈനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഒന്നാം തറൈൻ യുദ്ധത്തോടുകൂടി പഞ്ചാബിൽ ചൗഹാൻമാരുടെ അധികാരം പുനഃസ്ഥാപിതമായി. അടുത്ത് നമ്മൾ നോക്കുന്നത് രണ്ടാം തറൈൻ യുദ്ധമാണ്. ഒന്നാം തറൈൻ യുദ്ധത്തിൽ പരാജിതനായെങ്കിലും ഉടൻ തന്നെ മറ്റൊരു യുദ്ധത്തിന് അദ്ദേഹം, അതായത് മുഹമ്മദ് ഗോറി, തയ്യാറെടുപ്പ് നടത്തി. പൃഥ്വിരാജിനെതിരെ വളരെ വലിയ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം നടത്തി. ഒടുവിൽ 1192 12,000-ഓളം പടയാളികളോടും 10,000 വില്ലാളികളോടും കൂടി അദ്ദേഹം മുഹമ്മദ് പൃഥ്വിരാജിനെ കീഴടക്കി. ഇതേക്കുറിച്ച് അറിഞ്ഞ പൃഥ്വിരാജ് ഉത്തരേന്ത്യയിലെ മറ്റു രാജാക്കന്മാരുടെ സഹായം അഭ്യർത്ഥിച്ചു. പലരും സൈനിക സഹായം നൽകിയെങ്കിലും കനൌജിയിലെ ജയചന്ദ്രൻ ഒരു സഹായവും നൽകിയില്ല. ഇന്ത്യൻ സൈന്യം സംഖ്യാബലം കൊണ്ട് തുർക്കി പടയെ വെല്ലുന്നതായിരുന്നു. എങ്കിലും തുർക്കി പട സുസംഘടിതമായിരുന്നു. അതിന്റെ നേതൃത്വം മികച്ചതുമായിരുന്നു. മേന്മയേറിയ സംഘാടനവും തുർക്കികളുടെ കുതിരകൾക്കും ഉണ്ടായിരുന്ന വേഗതയും കാരണം യുദ്ധം തുർക്കികൾക്ക് അനുകൂലമായി ഭാവിച്ചു. 1192 തറൈൻ വെച്ച് പൃഥ്വിരാജിനെ മുഹമ്മദ് ഗോറി തോൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് രണ്ടാം തറൈൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഗൽജി വംശത്തെക്കുറിച്ചാണ്. 1287 ബാർബന്റെ മരണശേഷം ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് അധികകാലം നീണ്ടുനിന്നില്ല. മംഗോളിയന്മാരുമായുണ്ടായ യുദ്ധത്തിന്റെ ബാൽബന്റെ മകൻ മരിച്ചു. 1290 ജലാലുദ്ദീൻ ഖിൽജിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഗൽജി പ്രഭുക്കന്മാർ ബാൽബന്റെ ദുർബലരായ പിൻഗാമികളെ അധികാരത്തിൽ നിന്ന് തുരത്തുകയും ചെയ്തു. അധികാരത്തിലേക്കുള്ള ഖിൽജിമാരുടെ വരവ് ഡൽഹി സുൽത്താനേറ്റിന്റെ സാമൂഹികവും സാമ്പത്തികവും ഘടനാപരവുമായ നിലയിൽ മാറ്റം വരുത്താൻ തുടങ്ങി. ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് പതനത്തോടെ വംശീയതയ്ക്കും തുർക്കി ആധിപത്യത്തിനും അന്ത്യമായി തുടങ്ങി. ഇനി നമ്മൾ നോക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജി എന്ന വ്യക്തിയെക്കുറിച്ചിട്ടാണ്. ജലാലുദ്ദീൻ ഖിൽജി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു. അതായത് ഗൽജി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു. എങ്കിലും ബാൽബന്റെ കാലത്തെ ഭരണത്തിന്റെ കർക്കശമായ പല വശങ്ങളും ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ ശ്രമിച്ചു. ജനപിന്തുണ ആയിരിക്കണം രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന ആശയം മുൻപോട്ട് വെച്ച ഡൽഹി സുൽത്താനേറ്റിന്റെ ആദ്യത്തെ ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ. ഇനി നമ്മൾ നോക്കുന്നത് അലാവുദ്ദീൻ ഖൽജിയെക്കുറിച്ചാണ്. ജലാലുദ്ദീന്റെ അനന്തരവനും ജാമാതാവുമായിരുന്നു അലാവുദ്ദീൻ. ജലാലുദ്ദീനെ ചതിച്ചു കൊന്നുകൊണ്ടാണ് അലാവുദ്ദീൻ അധികാരത്തിൽ വരുന്നത്. ഔദിയിലെ ഗവർണറായിരുന്ന കാലത്ത് ദേവഗിരി പിടിച്ചടക്കിയതിനെ തുടർന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് ഉപയോഗിച്ച് അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. ആക്രമണത്തിന്റെയും വെട്ടിപ്പിടുത്തത്തിന്റെയുമായ ഒരു യുഗത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. തൽഫലമായി ഡൽഹി സുൽത്താനേറ്റിന്റെ അതിർത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി വരെ എത്തി നിൽക്കുകയും ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിറോസ് തുഗ്ലക്കിന്റെ ഭരണകാലത്തെ എന്തൊക്കെ ഫീച്ചേഴ്സ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് നോക്കണം. ഓക്കെ, 1351 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിര്യാതനായി. സഹോദരപുത്രനായ ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമി. സമാധാനത്തിലും ജനപക്ഷത്തിലും അധിഷ്ഠിതമായ ഒരു സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിനുള്ള പരിശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത്. അനുരഞ്ജനത്തിന്റെയും പാതയാണ് ഫിറോസ് തിരഞ്ഞെടുത്തത്.
പ്രഭുക്കന്മാർ, ഉദ്യോഗസ്ഥർ, സൈനികർ, കൃഷിക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗക്കാരെയും സ്നേഹവും സഹകരണവും ആർജിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. യുദ്ധം അദ്ദേഹത്തിന്റെ അജണ്ടയിലില്ലായിരുന്നു. വികസനവും ജനക്ഷേമവും നടപ്പാക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രഭരണത്തെ കണ്ടത്. അദ്ദേഹം നാണയങ്ങൾ പരിഷ്കരിക്കുകയും കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഭയമോ ഭീഷണിയോ ആക്രമമോ അല്ല, നേരെ മറിച്ച് ജനങ്ങളുടെ അംഗീകാരമായിരിക്കണം ഭരണകൂടത്തിന്റെ അടിത്തറ എന്ന് ഫിറോസ് ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷകൾ അദ്ദേഹം നിർത്തലാക്കി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിന്നിരുന്നു. സാധനങ്ങൾക്ക് മിതമായ വില ലഭിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കാലത്തെ വിദ്യാലയങ്ങൾ, ആതുരാലയങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ ധാരാളം നിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബാൽബൻ ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നോക്കാം. ബാൽബൻ ഒരു ഏകാധിപതിയെ പോലെ ഭരണം നടത്തിയ വ്യക്തിയാണ്. പ്രഭുക്കന്മാർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിയിരുന്നില്ല. അദ്ദേഹം ചാരന്മാരുടെ സംഘത്തെ രാജ്യത്ത് നിലനിർത്തിയിരുന്നു. അതേപോലെ തന്നെ ശക്തമായ ഒരു കേന്ദ്ര സേനയെ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സൈന്യത്തെ സംഘടിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കുന്നതിനും ചെയ്തു. അതുപോലെ കൊട്ടാരത്തിലെ പല ആചാര മര്യാദകളും കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഭരണപരിഷ്കാരങ്ങൾ മൂലം അദ്ദേഹം ഡൽഹിയുടെ ശില്പി എന്നറിയപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള നികുതി സമ്പ്രദായത്തെക്കുറിച്ചാണ്. അതിൽ കുറേയധികം ഭൂനികുതി, അങ്ങനെ വിവിധ തരം നികുതികളുണ്ട്. അപ്പോൾ അത് ഏതെല്ലാമാണെന്നും ഇക്ത സമ്പ്രദായത്തെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. നമ്മൾ പറയാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലുള്ള നികുതി സമ്പ്രദായത്തെക്കുറിച്ചാണ്. ഫസ്റ്റ് നോക്കുന്നത് ലാൻഡ് റവന്യൂ ആണ്, ഭൂനികുതി. സർക്കാരിന്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഭൂനികുതി ആയിരുന്നു. ഭൂമിയെ 4 തരംതിരിക്കുകയും ചെയ്തു. ഖാലിസ ഭൂമി, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഇത്. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. മൊത്തം ഉൽപ്പന്നത്തിന്റെ 1/3 ഭാഗമായിരുന്നു നികുതി ഉണ്ടായിരുന്നത്. രണ്ടാമത് വരുന്നതാണ് ഇഖ ഭൂമി. പട്ടാളക്കാർക്ക് ശമ്പളത്തിന് പകരം ഈ ഭൂമിയാണ് നൽകിയത്. നികുതിയുടെ ഒരു ചെറിയ ഭാഗം ഖജനാവിലേക്ക് അടയ്ക്കണമെന്നായിരുന്നു നിബന്ധന. ഹൈന്ദവ സമാന്തരരുടെ ഭൂമി, ഹിന്ദു മുഖ്യന്മാരുടെ കൈവശമുള്ള ഭൂമിയാണ്. ഹിന്ദു മുഖ്യന്മാർ ഒരു നിശ്ചിത തുക നികുതിയായി നൽകിയിരുന്നു. ഇനാം ഭൂമി, മുസ്ലിം പണ്ഡിതർക്കും സന്യാസിമാർക്കും പാരിതോഷികമായി നൽകിയ ഭൂമിയാണ് ഇത്. ഇനി അടുത്ത് നമ്മൾ വിവിധ തരം നികുതികളെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യത്തേതാണ് ഉഷാർ. ഇതൊരു ഭൂനികുതിയായിരുന്നു. മുസ്ലിം കർഷകരുടെ കയ്യിൽ നിന്ന് ഇത് ഈടാക്കിയിരുന്നത്. ഉൽപ്പന്നത്തിന്റെ 1% നികുതി ഉണ്ടായിരുന്നത്. ഖാരജ്, നോൺ മുസ്ലിമിന്റെ കയ്യിൽ നിന്നും ഈടാക്കിയ ഭൂനികുതിയാണ് ഇത്. ഉൽപ്പന്നത്തിന്റെ 1/3 ഭാഗമായിരുന്നു നികുതിയായി നൽകേണ്ടത്. കാംസ്, അടുത്തത് വരുന്നത് കാംസ്. ആദ്യത്തേത് ഖരാജ്, KHARAJ എന്നാണ് ഖരാജ് എന്ന് വരുന്നത്. മൂന്നാമത് വരുന്നത് KHAMS, കാംസ്. യുദ്ധത്തിൽ കീഴടക്കിയ രാജ്യത്തിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ്. അത് 1/5 നികുതി നൽകേണ്ടിയിരുന്നത്. അടുത്തതാണ് സക്കാത്ത്. ഇതൊരു മതപരമായ നികുതിയായിരുന്നു. സമ്പന്നരായ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ സമ്പത്തിന്റെ 2/1 ഭാഗം പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നൽകുന്നതാണ് സക്കാത്ത്. ജസിയ, അതായത് ഇതൊരു മതപരമായ നികുതിയാണ്. നോൺ മുസ്ലിംസ് ആയിരുന്നു ഇത് അടച്ചിരുന്നത്. ഇനി അടുത്തത് ഇക്ത സമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം നമുക്ക്. ഡൽഹി സുൽത്താനേറ്റ് ഭരണകാലത്ത് നടപ്പാക്കിയിരുന്ന ഒരു സാമ്പത്തിക സംവിധാനമായിരുന്നു ഇത്. രാഷ്ട്രത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഇൽത്തുമിഷ് ആണ് ഇത് നടപ്പിലാക്കിയത്. സൈനികർക്ക് ശമ്പളത്തിന് പകരം ഇക്ത എന്ന പേരുള്ള ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നു സമ്പ്രദായം. ഇത് ഇക്ത ഭൂമി ലഭിച്ചിരുന്ന വ്യക്തിയെ ഇക്താർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ എല്ലാ സുൽത്താൻമാരും ഇതിനെ സ്വീകരിച്ചിരുന്നില്ല. സുൽത്താനേറ്റിന്റെ ഗിൽജി വംശത്തിലെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ഈ സമ്പ്രദായത്തെ തന്റെ ഭരണകാലത്ത് നിർത്തൽ ചെയ്യുകയും ചെയ്തു. ഇക്ത സമ്പ്രദായത്തിന് 3 സ്റ്റേജുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടത്തിൽ നികുതി പിരിക്കാനുള്ള സൗകര്യത്തിനായി തുടങ്ങിയതായിരുന്നു. ഇത് ആദ്യകാലത്ത് അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ലായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1290 മുതൽ 1351 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇക്ത കൈമാറ്റം ചെയ്യാൻ സാധിച്ചു. ഈ സമയത്ത് ഓരോ ഇക്താരിൽ നിന്നും എത്ര നികുതിയാണ് ലഭിക്കേണ്ടതെന്ന് തീരുമാനവും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ സ്റ്റേജാണ് 1351 മുതൽ 1526 വരെയുള്ള കാലഘട്ടം. ഇത് ഇക്ത പരമ്പരാഗതമായി തീർന്നു. തുഗ്ലക് രാജവംശത്തിന്റെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലത്താണ് ഇക്ത പരമ്പരാഗതമായി തീർന്നത്. ഇദ്ദേഹത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂമികൾ ഇക്ത ഭൂമിയായി പതിച്ചു കൊടുത്തത്. ഇക്ത ഭൂമിയിലെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ കളവുകൾ കണ്ടുപിടിച്ചാൽ അതിന് പ്രഭുക്കന്മാരെ പീഡിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ഈ രീതിയെ നിരോധിച്ചു. അദ്ദേഹത്തിന്റെ സമയത്ത് ഒരു ഇക്താർ മരിച്ചാൽ അതിന്റെ അവകാശം അദ്ദേഹത്തിന്റെ മകന് നൽകിയിരുന്നു. ഇനി മകനില്ലെങ്കിൽ അത് മരുമകന് നൽകിയിരുന്നു. ഇനി മരുമകനും ഇല്ലെങ്കിൽ അത് അയാളുടെ അടിമയ്ക്ക് നൽകിയിരുന്നു. ഇക്തയും ഔദ്യോഗിക സ്ഥാനങ്ങളും പരമ്പരാഗതമാകുന്ന നയം കാലാന്തരത്തിൽ ദോഷം ചെയ്തു. ഇത് മറ്റു പ്രാപ്തരായവരെ നിയമിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും കൂടാതെ ഈ പ്രഭുജന വാഴ്ചയെ സുൽത്താൻ ആശ്രയിക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവിന് അവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററാണ് കേട്ടോ.